അങ്ങനെ ഇന്ന് ഞാനേ കടമറ്റം പള്ളിയിലൊന്ന് കയറി. പലവട്ടമായി നമ്മൾ ആ വഴിക്ക് പോരുമ്പോഴത്തേക്കും കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ടിൽ വണ്ടി ഓടിച്ചു കൊണ്ട് പോരുമ്പോൾ പലവട്ടം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ പള്ളിയിലൊന്ന് കയറണം. ചെറുപ്പത്തിലെ ഈ കടമറ്റത്ത് കത്തനാരെക്കുറിച്ചൊക്കെയുള്ള കഥകൾ വായിച്ച് കേട്ട് വളർന്ന ഒരു ബാല്യമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിരുന്നു ഒരു യക്ഷിക്കഥ. പോകുന്ന യക്ഷി എല്ലാവരോടും ചുണ്ണാമ്പ് ചോദിച്ച് അല്ലേ, ചുണ്ണാമ്പ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പിന്നെ അവരുടെ ചോര കുടിക്കുന്ന ഒരു യക്ഷി ഉണ്ടായിരുന്നു. അതിന് ഈ അച്ഛൻ തറച്ച കഥകളൊക്കെ കേട്ടാണ് ഞങ്ങളുടെ ബാല്യം വളർന്നത്. പക്ഷെ പിന്നീട് എപ്പോഴോ അതിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്ക് ഈ കടമറ്റത്ത് പള്ളി ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന എന്തോ ഒരു ഗതികെട്ട് പോയതുപോലെയുള്ള ഒരു കാഴ്ചയിലായിരുന്നു. പിന്നെ പലവട്ടമായിട്ട് സഭാ തർക്കങ്ങളിലും കേസിലും ഒക്കെ ആയിട്ടത് അടഞ്ഞു കിടക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്തോ ഇന്ന് ഒരു പ്രേരണ തോന്നി. ഞാനിങ്ങനെ ഈ പള്ളിയിലേക്ക് വരുന്ന രംഗമാണ് കാണുന്നത്. ഏകദേശം ഒരു 1500 വർഷത്തെ പഴക്കമൊക്കെയാണ് ഈ പള്ളിക്ക് പറയുന്നത്. ചരിത്രം 5-ാം നൂറ്റാണ്ട് തൊട്ടാണ് ഈ പള്ളി തുടങ്ങുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു നിർമ്മിതി, ഇതിൻ്റെ എന്താ പറഞ്ഞാൽ പഴമയുടെ ഒരു നിർമ്മിതി നമുക്കിവിടെ കാണാം. ഇത് കുറേ കുരിശൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും അതിമനോഹരമായിട്ടാണത് ഇപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അകം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മഖവ എന്നല്ലേ പറയുക അല്ലേ? അതെന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഖബറിടം കാണാം. അപ്പോൾ ഇതാണ് ഈ പറയുന്ന നമ്മുടെ പരിശുദ്ധ ഈ എന്ന് വെച്ചാൽ അച്ഛൻ അന്നത്തെ ഈ കടമറ്റത്ത് കത്തനാരുടെ ഖബറിടമായിട്ട് പറയപ്പെടുന്നു. അതിനൊന്നും ചരിത്രമൊന്നുമില്ല, അപ്പോൾ ഇതൊക്കെ പറയപ്പെടുന്നതാണ്. അതിൻ്റെ മുകളിലുള്ള ഈ ഡെക്കറേഷൻസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏതൊക്കെയാലും അത് നമ്മുടെ ഈ നാട്ടിലുള്ള കല്ലുകളല്ല എന്ന് തോന്നുന്നു. ഏതൊക്കെയാലും ഇപ്പോൾ ഈ കേസുകളൊക്കെ മാറി ഈ പള്ളിയൊക്കെ തുറന്ന് അവിടെ കുറേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കാണുവാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാതിക്കയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇത് കണ്ട ഈ ഒരു നെറ്റാണ്, ഇരുമ്പിൻ്റെ എന്ന് വെച്ചാൽ കൊളുത്തുകൾ. അത് ഭയങ്കര ഒത്തിരി സന്തോഷം തന്നു. അത് നമ്മളിങ്ങനെ വകഞ്ഞു മാറ്റി കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വരമൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് എന്തോ കോഴി വഴിപാട് ഇവിടെ ഉണ്ടോ, അവിടെ ഒരു കോഴിക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ അതിൻ്റെ അന്നത്തെ തച്ചുശാസ്ത്രം നോക്കൂ, എന്ത് മനോഹരമാണെന്നറിയാവോ, എന്ത് മനോഹരമായൊരു ഭൂമിയാണെന്നറിയാവോ. ഇതിൻ്റെ ആ ഇരിപ്പ് വശം നല്ല മനോഹരമാണ്. കാലാന്തരത്തിൽ ഇവിടെ ഇനി ഒത്തിരി ആൾക്കാരൊക്കെ വരും. ഇതിൻ്റെ പുറത്ത് പണം കൂടുമ്പോൾ ഒത്തിരി നിർമ്മിതികളൊന്നും നടത്തി ഇതിൻ്റെ കാഴ്ചയെ മങ്ങിക്കരുത്. കാഴ്ചകൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. എല്ലാവരും വരിക, ഇതൊരു ചരിത്ര പള്ളിയല്ലേ. ഓക്കെ, താങ്ക് യു.